കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പ് മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത് റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ: 1 തക്കാളി, 4 സവാള, 5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി. ഇതിന് വേണ്ടുന്ന പൊടികൾ: ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി 1.25 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മസാലപ്പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞു, ടൊമാറ്റോ, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു. ഇനി നമുക്ക് കൊഞ്ചിനെ ഫ്രൈ ചെയ്യാം. സിമ്മിലാക്കി വെക്കണം. ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് എടുക്കാം. ഒരുപാട് ഫ്രൈ ആയാൽ റബ്ബർ പോലെ ഇരിക്കും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. മണം മാറുന്നവരെ വഴറ്റണം. സവാള ഇട്ടു, ഉപ്പിട്ടു. ഉപ്പിടുമ്പോൾ സവാള നന്നായിട്ട് വഴങ്ങും. ഇടണം. ടൊമാറ്റോ ഇടണം. വഴറ്റണം. ഉള്ളിയൊക്കെ വഴന്നും തോന്നുന്നു. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ടിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. മണം മാറുന്നവരെ വഴറ്റണം. നന്നായിട്ട് വഴറ്റി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചിടാം. കൊഞ്ചിട്ടപ്പോൾ നല്ല മണം അടിക്കുന്നു. നല്ല ടേസ്റ്റിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. കരിവേപ്പില